ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന ഒരു പുതുപുത്തൻ ലൈവ് ടി വി ആപ്ലിക്കേഷനാണ്. നിങ്ങൾ ആരും തന്നെ ഇതുവരെ ഉപയോഗിക്കാൻ ചാൻസ് ഇല്ലാത്ത, ഉപയോഗിച്ചിട്ടില്ലാത്ത പുതിയ ഒരു ആപ്ലിക്കേഷൻ. ഒരുപാട് ലൈവ് ടി വി ആപ്ലിക്കേഷൻ നിങ്ങളെല്ലാവരും ഉപയോഗിക്കുന്നുണ്ടാവാം, പക്ഷേ അതിനേക്കാളൊക്കെ ഒത്തിരി നല്ല ഒരു സോഫ്റ്റ്വെയറാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. മാത്രമല്ല, ഇതിനകത്ത് പുതിയ മൂവികളുടെ ക്യാമറ പ്രിൻ്റ്, നമുക്കൊരു മൂവി ഇറങ്ങിക്കഴിഞ്ഞാൽ അറിയാം, നിങ്ങൾ പലയിടത്തും പല സൈറ്റിൽ നിന്നും തപ്പിയെടുത്ത് വേണം ഏറ്റവും പുതിയ മൂവീസ് ഡൗൺലോഡ് ചെയ്യാൻ. പക്ഷേ ഈ ഒരു ടി വി ആപ്ലിക്കേഷനകത്ത് തന്നെ നിങ്ങൾക്ക് പുതിയ മൂവീസ് കാണാനോ അതല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്യാനോ സാധിക്കും. മാത്രമല്ല, നിങ്ങൾക്ക് ന്യൂസ് പേപ്പറുകൾ, ഒരുവിധമുള്ള എല്ലാ മലയാള ന്യൂസ് പേപ്പറുകളും നിങ്ങൾക്ക് വായിക്കാൻ പറ്റും. പുതിയ മൂവികൾ, മലയാളം, തമിഴ് തുടങ്ങിയ മൂവികൾ, ഇംഗ്ലീഷ് മൂവികളെല്ലാം ഡൗൺലോഡ് ചെയ്യാം. അതുപോലെ തന്നെ ലൈവ് ടി വി ആപ്ലിക്കേഷൻ, മലയാളത്തിലുള്ള ഒട്ടുമിക്ക ചാനലുകളും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഇതിനകത്ത് വളരെയധികം ഫാസ്റ്റായിട്ട് ബഫറിങ് ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ കിട്ടും, പക്ഷേ ചില രാജ്യങ്ങളിൽ പ്ലേ സ്റ്റോറിൽ ഇത് കിട്ടാൻ ചാൻസ് ഇല്ല. അതുകൊണ്ട് ഞാൻ തരുന്ന ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ഞാൻ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തു. വിബ്ജിയോർ എന്നാണ് ഈ ആപ്ലിക്കേഷൻ്റെ പേര്. തുറന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് ഫസ്റ്റ് ടൈം ഇങ്ങനെ ഒരു വാർണിംഗ് കാണിക്കും. നിങ്ങൾക്ക് MX പ്ലെയർ അതല്ലെങ്കിൽ XMTV പ്ലെയർ ഇൻസ്റ്റാൾ ചെയ്താൽ ഇതിനകത്തുള്ള കാര്യങ്ങൾ പ്ലേ ചെയ്യാം. അതല്ലെങ്കിൽ മൂവി ഡൗൺലോഡ് ചെയ്യാനാണെങ്കിൽ UC ബ്രൗസർ യൂസ് ചെയ്യുക എന്നുള്ളൊരു നിർദ്ദേശം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അതിൽ ജസ്റ്റ് ആക്സെപ്റ്റ് എന്ന് കൊടുത്ത് മുമ്പോട്ട് പോകാം. ആ പ്ലെയറുകൾ ഇൻസ്റ്റാൾ ചെയ്യണമെന്ന് നിർബന്ധമില്ല. UC ബ്രൗസർ സാധാരണ എല്ലാവരുടെയും ഫോണിൽ ഉണ്ടായിരിക്കും. അപ്പം UC ബ്രൗസർ തന്നെ ഉപയോഗിക്കായിരിക്കും നല്ലത്. ഓക്കെ, ഇങ്ങനെ തുറന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഫ്രണ്ട് പേജിൽ ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. ന്യൂസ് എന്ന് പറയുന്ന ന്യൂസ് പേപ്പറുകൾ മാത്രമുള്ള ഒരു ഭാഗം, അതുപോലെ ലൈവ് ടി വി കാണാനുള്ളൊരു ഭാഗം, പുതിയ മൂവി ഡൗൺലോഡ് ചെയ്യാൻ, അതുപോലെ റേഡിയോ ചാനലുകൾ, പിന്നെ MP3 ഡൗൺലോഡ് ചെയ്യാൻ, പിന്നെ നെറ്റിൽ നിന്ന് കാശ് സമ്പാദിക്കുന്ന പല സോഫ്റ്റ്വെയറുകളും നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം. അത്തരം ഒരു ആപ്ലിക്കേഷനാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത്. ഈ ഒരു ആപ്ലിക്കേഷൻ ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് പ്രധാനമായിട്ടുള്ളത്. ന്യൂസ് എന്നുള്ള ഓപ്ഷൻ തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനകത്ത് ഒരുപാട് മലയാള പേപ്പറുകൾ കാണാൻ സാധിക്കും. ഇതിൽ ഏതാണോ നിങ്ങൾക്ക് വേണ്ടത് നിങ്ങളത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ന്യൂസുകൾ വായിക്കാൻ പറ്റും. ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള ന്യൂസുകൾ ആദ്യം വരും. ഓക്കെ, പിന്നെ അത് കൂടാതെ നിങ്ങൾക്ക് ഇതിനകത്ത് പരസ്യങ്ങളൊക്കെ വരുമ്പോൾ ജസ്റ്റ് ഈ ബാക്ക് ബട്ടൺ പ്രസ് ചെയ്താൽ മതി. പരസ്യം വരുമ്പോൾ അതിലൊന്നും ടച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. പരസ്യത്തിൽ ടച്ച് ചെയ്താൽ നിങ്ങളുടെ ബ്രൗസർ ഓപ്പൺ ആയിട്ട് വേറെ എങ്ങടെയെങ്കിലും കയറി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ പരസ്യം വരുമ്പോൾ അത് ജസ്റ്റ് ബാക്ക് ബട്ടൺ പ്രസ് ചെയ്തിട്ട് തിരിച്ചു വരാം. ഓക്കെ, ഇനി അടുത്തത് ലൈവ് ടി വി എന്നുള്ള ഓപ്ഷനാണ്. നിങ്ങളത് എടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് മലയാളം, തമിഴ്, സ്പോർട്സ് ലൈവ് എന്നുള്ള 3 ഓപ്ഷൻ കാണാൻ പറ്റും. സ്പോർട്സ് ആണ് നിങ്ങൾക്ക് കാണേണ്ടതെങ്കിൽ സ്പോർട്സ് ലൈവ് എടുക്കാം. തമിഴ് ടി വി ആണെങ്കിൽ തമിഴ് എടുക്കാം. മലയാളം ആണെങ്കിൽ മലയാളം എടുക്കാം. ഓക്കെ, മലയാളം ചാനലുകൾ നിങ്ങൾ പല ചാനലുകളും ഓപ്പൺ ചെയ്യുമ്പോൾ ഒന്ന് കൂടുതലായിട്ട് കാണാൻ ചാൻസ് ഉണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇതെല്ലാം ഓരോ സൈറ്റിലേക്ക് റീഡയറക്റ്റ് ചെയ്താണ് നിങ്ങളിത് കാണുന്നത്. ഇത് ഓരോന്നും ഓരോരോ സൈറ്റിലേക്കുള്ള ലിങ്കുകളാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പം ചില സൈറ്റുകളുടെ ലിങ്കുകൾ ചിലപ്പം വർക്ക് ചെയ്യാതിരിക്കാം, ചിലപ്പം ചിലത് ബ്ലോക്ക് ചെയ്യപ്പെടാം. അങ്ങനെയൊക്കെ ഉള്ളത് മുൻകൂറായി കണ്ടുകൊണ്ട് ഇവർ ഇതിനകത്ത്, ഈ ഒരു ആപ്ലിക്കേഷനകത്ത് ഒന്ന് കൂടുതൽ ലിങ്കുകൾ ആഡ് ചെയ്തത് കാരണമാണ് ഒരു ചാനൽ തന്നെ 3-4 വട്ടമൊക്കെ കാണുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒന്ന് വർക്ക് ആവുന്നില്ലെങ്കിൽ തൊട്ട് അതേ പേരിൽ അടുത്തത് കാണുന്നത് ഓപ്പൺ ചെയ്യും. ഉദാഹരണത്തിന് ഏഷ്യാനെറ്റ് ഇവിടെ 2 ഉണ്ട്. ഈ ഒന്നാമത് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ രണ്ടാമത്തേൽ ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ ഏഷ്യാനെറ്റ് ഓപ്പൺ ചെയ്യാണ്. ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ നിങ്ങളുടെ ബ്രൗസർ ഏതാണോ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ UC ബ്രൗസർ സെലക്ട് ചെയ്തു. അപ്പം UC ബ്രൗസറിനകത്ത് ആ ഒരു ചാനൽ ഏഷ്യാനെറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. എൻ്റെ നെറ്റ് വളരെയധികം സ്ലോ ആണെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. സ്പീഡ് വളരെ കുറവാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ലോഡാവാൻ ഇത്തിരി സമയമെടുക്കും. UC ബ്രൗസർ ആയത് കാരണം ഇതുപോലെ പ്ലേ ഓൺലൈന് അതല്ലെങ്കിൽ ഡൗൺലോഡ് എന്നുള്ള 2 ഓപ്ഷൻ കാണാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മൂവിയൊക്കെ കാണുന്ന സമയത്താണെങ്കിൽ ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ UC ബ്രൗസറിനകത്ത് ഡൗൺലോഡ് ചെയ്യാം. പ്ലേ ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്ലേ ഓൺലൈൻ എന്നുള്ള ഓപ്ഷൻ കൊടുക്കാം. ഇനി ഇവൾക്ക് ഇവിടെ നിന്നും. ഓക്കെ, ഇപ്പോൾ ഏഷ്യാനെറ്റാണ് വർക്ക് ചെയ്യുന്നത്. നെറ്റ് സ്പീഡ് ഇല്ലാത്തതുകൊണ്ടാണ് ഈ ഒരു ബഫറിങ് വരുന്നത്. നിങ്ങൾ അത്യാവശ്യം സ്പീഡുള്ള നെറ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ വളരെ സുഖമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, ഇതിലുള്ള ഓരോ ചാനലുകളും നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. മാത്രമല്ല, ഇവിടെ എഴുതിയിട്ടുണ്ട് പുതിയ ചാനലുകൾ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണെന്ന്. അപ്പോൾ പുതിയ ചാനലുകൾ ഇതിനകത്ത് എപ്പോൾ വേണമെങ്കിലും ആഡ് ആവാം. അപ്പോൾ നിങ്ങൾക്ക് ഉപയോഗിക്കുന്നതിനനുസരിച്ച് പുതിയ ചാനലുകളും കൂടെ ഇതിനകത്ത് കിട്ടുന്നതാണ്. ഓക്കെ, അപ്പം ചാനൽ, പിന്നെ അതുപോലെ തന്നെ സ്പോർട്സ് ചാനൽ എടുക്കുകയാണെങ്കിൽ
നിങ്ങൾക്ക് ഒരുപാട് സ്പോർട്സ് ചാനലുകൾ ഇവിടെയുണ്ട്. നിങ്ങൾക്ക് ലേറ്റസ്റ്റ് സ്പോർട്സ്, ഫുട്ബോൾ, ക്രിക്കറ്റൊക്കെ വരുന്ന സമയത്ത് ഏത് ചാനലിലാണോ കളിയുള്ളത് ആ ചാനൽ ഇവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എളുപ്പം കാണാനും നിങ്ങൾക്ക് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്യാനും സാധിക്കും. പിന്നെ വരുന്നത് മൂവീസ് എന്നുള്ള ഓപ്ഷനാണ്. നിങ്ങൾക്ക് ഇവിടെ ഏതൊക്കെ മൂവിയാണോ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏത് പുതിയ മൂവികളൊക്കെയാണ് ഇതിനകത്തുള്ളത് നോക്കാം. ഓപ്പൺ ചെയ്യുന്ന സമയത്ത് മലയാളം മൂവി ഫസ്റ്റ് തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ തമിഴ് മൂവി, ഹിന്ദി മൂവി, ഇംഗ്ലീഷ് മൂവി. ഇതിൽ ഏത് കാറ്റഗറിയിൽപ്പെട്ട മൂവിയാണോ നിങ്ങൾക്ക് വേണ്ടത് അത് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്യുന്ന സമയത്ത് മലയാളം മൂവിയാണ് ഇപ്പോൾ ഞാൻ എടുത്തത്. അപ്പോൾ നോക്കുക, ഇവിടെ ന്യൂ മലയാളം മൂവി എന്ന് പറയുന്ന ഒരു ഭാഗം കാണാം. റിക്വസ്റ്റഡ് മൂവി എന്ന് പറയുന്ന വേറൊരു ഭാഗവും, അതുപോലെ തന്നെ അപ്കമിങ് മൂവി എന്ന് പറയുന്ന മൂന്നാമതൊരു ഓപ്ഷൻ കാണാം. അതായത് ന്യൂ മൂവി എന്നുള്ളതിലുള്ള മൂവികളാണ് ഇപ്പോൾ ഇതിനകത്ത് ഏറ്റവും പുതിയതായിട്ട് വന്നിട്ടുള്ളത്. റിക്വസ്റ്റഡ് മൂവി എന്ന് പറയുമ്പോൾ ചില ആളുകൾ പഴയ മൂവികൾ ആവശ്യപ്പെടുന്നതിനനുസരിച്ച് ഇവരുമായി കോൺടാക്റ്റ് ചെയ്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള മൂവി പറഞ്ഞാൽ അവർ ഇതിനകത്ത് അപ്ലോഡ് ചെയ്യും. അപ്പോൾ അത്തരം മൂവികളാണ് ഇതിനകത്തുള്ളത്. പിന്നെ വരാൻ പോകുന്ന മൂവികളാണ് ഇവിടെ കാണിക്കുന്നത്. ഏറ്റവും പുതിയ മൂവികളുടെ പേരുകൾ ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത് തന്നെ ആ മൂവി ഇതിനകത്ത് വരുമെന്നർത്ഥം. ഓക്കെ, അപ്പോൾ ഇവിടെ ന്യൂ മൂവി എന്നുള്ള ഓപ്ഷൻ എടുത്തു. പരസ്യം വരുമ്പോൾ ജസ്റ്റ് ബാക്ക് അടിച്ചാൽ മതി. ഇപ്പോൾ നമുക്ക് ഊഴം എന്ന് പറയുന്ന മൂവിയാണ് ഇപ്പോൾ ഇതിനകത്ത് ലാസ്റ്റ് വന്നിട്ടുള്ളത്. നമ്മളത് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂസി ബ്രൗസർ സെലക്ട് ചെയ്ത് കൊടുക്കാം. യൂസി ബ്രൗസറിനകത്ത് ഓപ്പൺ ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് യൂസി ബ്രൗസറിലേക്ക് അത് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഫോണിലേക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. വേണമെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് കാണാനും സാധിക്കും. ഇവിടെ വാച്ച് ഓൺലൈൻ ലിങ്ക് എന്ന് പറയുന്ന ഒരു ബട്ടൺ കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. കാരണം ഇതെല്ലാം ഓരോ സൈറ്റിലേക്ക് റീഡയറക്റ്റ് ചെയ്താണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സൈസൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. 698 MB ഉണ്ട് എന്നൊക്കെ കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ഡൗൺലോഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ ഡൗൺലോഡ് ചെയ്യാം. ഇപ്പം എൻ്റെ നെറ്റ് സ്ലോ ആയത് കാരണം ഞാൻ അതിന് കാത്തു നിൽക്കുന്നില്ല. ഞാൻ ജസ്റ്റ് ബാക്ക് അടിച്ചു വന്നു. അതുപോലെ തന്നെ റേഡിയോ ചാനലുകൾ, ഒരുപാട് റേഡിയോ ചാനലുകൾ, തമിഴ്, മലയാളം റേഡിയോ ചാനലുകൾ നിങ്ങൾക്ക് ഇവിടെ കിട്ടും. അതുപോലെ MP3, പുതിയ MP3 സോങ്ങുകളൊക്കെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ ഹിന്ദി, മലയാളം, തമിഴ് എല്ലാ ഭാഷകളിലുള്ള MP3കൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. പിന്നെ മണി മേക്കിംഗ് ആപ്പ് എന്ന് പറയുന്നത് ഞാൻ അത്ര പ്രോത്സാഹിപ്പിക്കുന്നില്ല. നിങ്ങൾക്ക് നെറ്റിൽ നിന്ന് കാശ് സമ്പാദിക്കാനുള്ള റിയൽ മണി എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഇവിടെ തന്നിട്ടുണ്ട്. അതിനകത്ത് പറയുന്ന നിർദ്ദേശങ്ങളൊക്കെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കേണ്ടതെന്ന്. അതുപോലെ മലയാളത്തിലുള്ള നിർദ്ദേശം കൊണ്ട് വായിച്ച് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം മലയാളം മണി മേക്കിംഗ് ആപ്പ് ഉപയോഗിക്കാം. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. മലയാള ന്യൂസ് കാണാൻ, ചാനൽ കാണാൻ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉപയോഗിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.